വീട്ടിലെ താമരയ്ക്ക് ഇത്രയും മുട്ടുണ്ടാവാൻ ഞാൻ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു തരട്ടെ. അതിനു മുന്നേ എന്നോട് കൂടുതൽ പേര് ചോദിക്കുന്നതാണ്, ഈ കാണുന്ന കാറ്റ്സ് ക്ലോ ഒറ്റ ചെടിയിൽ നിന്നാണോ ഇത്രയും വളർന്നിരിക്കണേന്നാണ്. ഒറ്റ കൊമ്പിൽ നിന്നാണ് ഇത് മുഴുവനും. ആ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ കുറെ പേര് ചോദിക്കുന്നത് ഇതിൽ പാമ്പ് വരില്ല എന്നൊക്കെയാണ്. ഈ ചെടിക്ക് ഒരുതരം മുള്ളുണ്ട് എന്നുള്ളതാണ്, അതുകൊണ്ട് തന്നെ പാമ്പ് എന്തായാലും വരില്ല. ഈ ഇടയ്ക്ക് കുറെ പേര് ചോദിച്ചാണ് ഈ ചട്ടി എവിടെ നിന്നാണ് ഈ ചൈന ഡോള് വെച്ചിരിക്കുന്നത്. അത് തൊട്ടടുത്തൊരു കടയിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. വീട്ടില് അടിയിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് താമര ഞാൻ വെച്ചിരിക്കുന്നത് നമ്മുടെ ടെറസിന്റെ മുകളിലാണ്. ഒരു 3-4 ആഴ്ച മുന്നേ മുട്ടുകളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാനൊന്ന് ക്ലീൻ ചെയ്തപ്പോൾ എടുത്തൊരു വീഡിയോ ആണിത്. ഈ ഒരു പോട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് നമ്മളെപ്പോഴും ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും ഒരു 2-3 ദിവസം കൂടുമ്പോൾ. ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് NPK, ഗ്രീൻ കെയറിന്റെ NPK ആണ്. റേഷ്യോ വരുന്നത് 13-27-27. ഇതുപോലെ ഏതെങ്കിലും ഒരു പേപ്പറിൽ 1 ടീസ്പൂൺ എന്നുള്ള രീതിയിൽ വളം എടുത്തിട്ട് പൊതിഞ്ഞിട്ടാണ് ഞാൻ വളം ഇട്ട് കൊടുക്കുക. വീട്ടിലെ പതിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട് വിരിയാറാവുമ്പോഴേക്കും അമ്മ അത് അമ്പലത്തിൽ കൊടുക്കുകയാണ് ചെയ്യുക. ഇന്ന് വളം ഇടാൻ വന്നപ്പോഴും കുറെ ഇലകൾ ചീഞ്ഞതും പിന്നെ പൂപ്പലൊക്കെ ഉണ്ടായിരുന്നു. അത് മുഴുവൻ കംപ്ലീറ്റ് ക്ലീൻ ചെയ്താണ് നമ്മൾ വളം ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് മാസത്തിൽ 1-2 പ്രാവശ്യം ഇതുപോലെ വളം ഇട്ട് കൊടുക്കാം. സംഭവം ഇത്രേ ഉള്ളൂ, നമ്മൾ പൊതിഞ്ഞെടുത്ത വളം നല്ലോണം താഴ്ത്തി വെച്ചു കൊടുക്കുക. പലരും പല രീതിയിലാണ് വളമൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് ചെയ്യുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം കേട്ടോ.